ജ്ഞാനേശ്വരി, ജ്ഞാനേശ്വരൻ്റെ ഭഗവത്ഗീതാഭാഷ്യം, അധ്യായം 4, ജ്ഞാനകർമ്മ സന്യാസയോഗം തുടർന്നു വായിക്കുന്നു. ജന്മ കർമ്മ ച മേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ ത്യക്ത്വാ ദേഹം പുനർജന്മ നൈതി മാമേതി സോർജുന. അല്ലയോ അർജുന, ദിവ്യമായ എൻ്റെ അവതാരത്തെയും കർമ്മത്തെയും ഏവൻ ഇപ്രകാരം ശരിയായി അറിയുന്നുവോ, അവൻ ഈ ദേഹത്തെ ഉപേക്ഷിച്ച ശേഷം ഇനിയൊരു ദേഹം പ്രാപിക്കുന്നില്ല. അവൻ മുക്തനായി എന്നെ തന്നെ പ്രാപിക്കുന്നു. എൻ്റെ ജനനരഹിതവും കർമ്മരഹിതവുമായ സ്വഭാവത്തെ യഥാർത്ഥത്തിൽ നിലനിർത്തിക്കൊണ്ട് മാത്രമാണ് ഞാൻ ജന്മമെടുക്കുന്നതെന്നും കർമ്മങ്ങൾ ചെയ്യുന്നതെന്നുമുള്ള ശാശ്വതമായ സത്യം അറിയുന്നവൻ മാത്രമേ മോചിതനാവുകയുള്ളൂ. അങ്ങനെയുള്ളവൻ മർത്യലോകത്ത് ജീവിക്കുന്നുവെങ്കിലും അവൻ ദേഹത്തോടുള്ള ബന്ധം ഇല്ലാത്തവനായിട്ടാണ് വർത്തിക്കുന്നത്. കാലക്രമത്തിൽ അവൻ്റെ ശരീരം പഞ്ചഭൂതങ്ങളിൽ അലിഞ്ഞു ചേരുമ്പോൾ അവൻ എൻ്റെ ശാശ്വതീകമായ സത്തയിൽ വിലയം പ്രാപിക്കുന്നു. വീതരാഗഭയക്രോധാഃ മന്മയാ മാമുപാശ്രിതാഃ ബഹവോ ജ്ഞാനതപസാ ഭൂതാ മദ്ഭാവമാഗതാഃ. രാഗം അഥവാ ആശ, ഭയം, ക്രോധം എന്നിവയെ പൂർണ്ണമായി ഉപേക്ഷിച്ചവരും സദാ മനസ്സിനെ എന്നിൽ തന്നെ വെച്ചിരിക്കുന്നവരും എല്ലായ്പ്പോഴും എന്നെ തന്നെ ഉപാസിക്കുന്നവരുമായ വളരെ ആളുകൾ ജ്ഞാനം കൊണ്ടും തപസ്സുകൊണ്ടും പരിശുദ്ധന്മാരായി എൻ്റെ സായുജ്യത്തെ പ്രാപിച്ചിട്ടുണ്ട്. ഭൂതവർത്തമാന കാലങ്ങളെപ്പറ്റി യാതൊരു ആകുലതയും ഇല്ലാത്തവർ രാഗവിമുക്തരാണ്. അവൻ ക്രോധത്തിന് അടിമപ്പെടുകയില്ല. അവൻ ഇന്ദ്രിയങ്ങളോട് മമത പുലർത്തുകയില്ല. അവർ എപ്പോഴും എന്നിൽ തന്നെ ലീനരായിരിക്കും. എന്നെ സേവിക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് അവർ ജീവിക്കുന്നത്. അവർ ആത്മചിന്തയിൽ മുഴുകി കഴിയുന്നു. പരമാത്മജ്ഞാനത്തിൽ അവർ ആനന്ദം കണ്ടെത്തുന്നു. അവർ പവിത്രമായ കഠിന തപസ്സിൽ നിന്ന് സംജാതമായ മഹത്വത്തിൻ്റെ മിന്നിത്തിളങ്ങുന്ന സങ്കേതങ്ങളാണ്. അവർ അവബോധത്തിൻ്റെ ആസ്ഥാനങ്ങളാണ്. അവർ പുണ്യപുരുഷന്മാരാണ്. പവിത്രമായ തീർത്ഥാടന കേന്ദ്രങ്ങളെ അവർ പവിത്രതരമാക്കുന്നു. അങ്ങനെയുള്ളവരും ഞാനും തമ്മിൽ വ്യത്യാസങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ അനായാസേന ഞാനുമായി സാത്മ്യം പ്രാപിക്കുന്നു. ഞങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന യാതൊരു മറകളും ഇല്ല. പിത്തള ക്ലാവ് പിടിച്ച് കറുക്കുകയില്ലെങ്കിൽ കനകത്തെ ആരെങ്കിലും ശ്രദ്ധിക്കുമോ? അത് സമ്പാദിക്കുന്നതിനു വേണ്ടി ശ്രമിക്കുകയോ ചെയ്യുമോ? അതുപോലെ തീവ്രമായ ആത്മീയ സാധനയിലൂടെയും നിരന്തരമായ അനുഷ്ഠാനങ്ങളിലൂടെയും വിശുദ്ധി കൈവന്നവർ ജ്ഞാന തപസികളായി ഒടുവിൽ പരമാത്മ സ്വരൂപമായ എന്നിൽ നിസ്സംശയം എത്തിച്ചേരുന്നു. യേ യഥാ മാം പ്രപദ്യന്തെ താൻസ്തഥൈവ ഭജാമ്യഹം മമ വർത്മാനുവർത്തന്തെ മനുഷ്യാഃ പാർത്ഥ സർവശഃ. മനുഷ്യൻ ഏതുവിധം എന്നെ ശരണം പ്രാപിക്കുന്നുവോ അതേവിധം തന്നെ ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു. അല്ലയോ പാർത്ഥ, ഏത് ദിശയിൽ നിന്നും മനുഷ്യർ എൻ്റെ മാർഗമാണ് അവലംബിക്കുന്നത്. എന്നിൽ ജീവിതം സമർപ്പിച്ചിട്ടുള്ളവർക്ക് അവരുടെ വിശ്വാസത്തിന് അനുസൃതമായി സ്നേഹവും ശ്രദ്ധയും എന്നിൽ നിന്ന് ലഭിക്കുമെന്നുള്ളത് ക്രമാനുസാരമായ കാര്യം മാത്രമാണ്. എല്ലാ മനുഷ്യരും നൈസർഗികമായി തന്നെ എൻ്റെ ദിവ്യമായ പൊരുളിനെ ആരാധിക്കാൻ തയ്യാറാകുന്നു. എന്നാൽ അജ്ഞത കൊണ്ട് അബദ്ധസഞ്ചാരം ചെയ്യുന്ന ആളുകൾ ഒന്നായ എന്നെ പലതായി സങ്കല്പിക്കുന്നു. നാമമില്ലാത്ത എനിക്ക് പല നാമങ്ങളും നൽകുന്നു. നിർവചിക്കാൻ കഴിയാത്ത എന്നെ വിവിധ രൂപത്തിൽ ദേവന്മാരും ദേവികളുമാക്കി വിവരിക്കുന്നു. ഞാൻ ഏകമായി തുല്യ ശക്തിയോടെ എല്ലായിടത്തും സ്ഥിതി ചെയ്യുന്നു എങ്കിലും
കുഴഞ്ഞു മറിഞ്ഞ ചിന്താഗതിക്കടിപ്പെട്ട് അവർ എന്നെ ഉയർന്നതും താഴ്ന്നതുമായ പല തട്ടുകളിലായി ദർശിക്കുന്നു. കാംക്ഷന്തഃ കർമ്മണാം സിദ്ധിം യജന്ത ഇഹ ദേവതാഃ ക്ഷിപ്രം ഹി മാനുഷേ ലോകേ സിദ്ധിർഭവതി കർമ്മജാ. ഈ ലോകത്തിൽ കർമ്മം ചെയ്ത് പലതും നേടാൻ കൊതിക്കുന്നവർ ആഗ്രഹ നിവൃത്തിക്ക് സഹായികളെന്ന് കരുതുന്ന ദേവതകളെ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ മനുഷ്യലോകത്തിൽ കർമ്മത്തിൽ നിന്നുള്ള ഫലസിദ്ധി വേഗമുണ്ടാകുന്നു. ഇപ്രകാരമുള്ളവർ ബഹുമുഖ ലക്ഷ്യങ്ങളോടെ അവരവരുടെ മനോഭാവം അനുസരിച്ച് വിവിധ ദേവതകളെ ശരിയായ ആചാരക്രമങ്ങളോടും ആരാധനാ വ്യവസ്ഥകളോടും കൂടി ആരാധിക്കുന്നു. അതിൻ്റെ ഫലമായി ആവശ്യമുള്ളത് ഈ ദേവതകളിൽ നിന്ന് നേടിയെടുക്കുന്നതിൽ അവർ വിജയിക്കുന്നു. എന്നാൽ ഇത് അവരുടെ കർമ്മഫലം മാത്രമാണെന്നുള്ള രഹസ്യം അവർ മനസ്സിലാക്കുന്നില്ല. ഈ ലോകത്ത് ഒരുവൻ്റെ സ്വന്തം കർമ്മങ്ങളെക്കാൾ വലുതായി ഒരു ദാനകർത്താവുമില്ല. യഥാർത്ഥത്തിൽ ഈ കർമ്മത്തിൽ നൽകുന്നവനും വാങ്ങുന്നവനും കർമ്മങ്ങൾ തന്നെയാണ്. കർമ്മങ്ങൾ മാത്രമേ ഈ ലോകത്തിൽ ഫലങ്ങളെ ജനിപ്പിക്കുകയുള്ളൂ. വിതയ്ക്കുന്നത് മാത്രമാണ് ഫലമായി നാം കൊയ്തെടുക്കുന്നത്. കണ്ണാടിയുടെ മുന്നിൽ കാണിക്കുന്ന വസ്തുവിൻ്റെ പ്രതിബിംബം മാത്രമേ കണ്ണാടിയിൽ പ്രതിഫലിക്കുകയുള്ളൂ. മലയുടെ അടിവാരത്തിലിരുന്ന് പുറപ്പെടുവിക്കുന്ന ശബ്ദം മാത്രമേ പ്രതിധ്വനിക്കുകയുള്ളൂ. അതുപോലെ വിവിധ ദേവതമാരോടുള്ള ആരാധനയുടെ അടിസ്ഥാന വിശ്വാസം ഞാനാണെങ്കിലും ഓരോരുത്തരും അവനവൻ്റെ ആഗ്രഹവും കർത്തവ്യപാലനവും അനുസരിച്ചുള്ള കർമ്മഫലം മാത്രമേ ലഭിക്കുകയുള്ളൂ. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ തസ്യ കർത്താരമപി മാം വിദ്യ കർത്താരമവ്യയം. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്ന 4 വർണ്ണങ്ങൾ ഗുണങ്ങളുടെയും കർമ്മങ്ങളുടെയും വിഭാഗത്തെ അനുസരിച്ച് എന്നാൽ സൃഷ്ടിക്കപ്പെട്ടു. ഞാൻ അതിൻ്റെ കർത്താവാണെങ്കിലും പരമാർത്ഥത്തിൽ എന്നെ അകർത്താവായും വ്യയമില്ലാത്തവനായും അറിഞ്ഞാലും. സത്വാദി ഗുണങ്ങളുടെയും ശ്രമദമാദി കർമ്മങ്ങളുടെയും വിഭാഗത്തോടു കൂടിയതാണ് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നീ 4 വർണ്ണങ്ങൾ. അവയെ ഞാൻ സൃഷ്ടിച്ചു എന്നറിയുക. അതോടൊപ്പം പ്രകൃതി ഗുണങ്ങളുടെ സ്വഭാവാനുസൃതമായ കർമ്മങ്ങളും ഞാൻ ഏർപ്പെടുത്തുകയുണ്ടായി. മനുഷ്യർ എല്ലാവരും മൗലികമായ തത്വങ്ങളിൽ ഒരുപോലെയാണ്. എന്നാൽ അവരവരുടെ പ്രകൃതി ഗുണങ്ങളുടെയും കർമ്മങ്ങളുടെയും അടിസ്ഥാനത്തിൽ അവർ 4 വർണ്ണങ്ങളായി തരംതിരിക്കപ്പെടുന്നു. ഇക്കാരണത്താൽ അല്ലയോ ധനുർധര, ഞാൻ ചാതുർവർണ്ണ്യത്തിൻ്റെ അകർത്താവാണെന്നും അറിയുക. നമാം കർമാണി ലിംപന്തി നമേ കർമ്മഫലേ സ്പൃഹ ഇതി മാം യോഭിജാനാതി കർമ്മഭിർന സബധ്യതേ. കർമ്മങ്ങളൊന്നും എനിക്ക് ഒരു കളങ്കവും ഉണ്ടാക്കുന്നില്ല. എനിക്ക് കർമ്മഫലത്തിൽ ആഗ്രഹവുമില്ല. ഇപ്രകാരമുള്ളവനാണ് ഞാനെന്ന് യാതൊരുവൻ മനസ്സിലാക്കുന്നുവോ അവൻ കർമ്മങ്ങളാൽ ബദ്ധനായി തീരുന്നില്ല. ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവൈരപി മുമുക്ഷുഭിഃ കുരു കർമ്മൈവ തസ്മാത് ത്വം പൂർവൈഃ പൂർവതരം കൃതം. ഇപ്രകാരം അഹങ്കാരം മുതലായവ കൂടാതെ ചെയ്യപ്പെടുന്ന കർമ്മം ബന്ധകരമായി ഭവിക്കുന്നില്ലെന്ന് അറിഞ്ഞിട്ടും പണ്ടുമുതൽ സത്യാന്വേഷികൾ കർമ്മം അനുഷ്ഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പൂർവികന്മാർ പണ്ട് ചെയ്തു പോന്ന പ്രകാരം നീയും കർമ്മത്തെ തന്നെ ചെയ്യുക. ഇപ്രകാരം എല്ലാ വിധത്തിലുമുള്ളതായ ജീവിത വ്യവസ്ഥകളുടെയും ഉൽപ്പത്തി എന്നിൽ നിന്നാണെങ്കിലും ഞാൻ അതിൻ്റെ കർത്താവല്ല. ഇതറിയുന്നവൻ എല്ലാ ബന്ധത്തിൽ നിന്നും മുക്തനാകും. ഇതറിയാതെ മുൻകാലങ്ങളിൽ പലരും മുക്തി നേടുന്നതിനു വേണ്ടി കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ കർമ്മങ്ങൾക്ക് യാതൊരു ഫലവും സിദ്ധിക്കുകയില്ല.
വരണ്ടുണങ്ങിയ വിത്തുകൾ വിതച്ചാൽ കിളിർക്കാത്തതുപോലെ ഈ കർമ്മങ്ങൾ ഫലശൂന്യങ്ങളായി പോകും. ഫലത്തിൽ ആശ വയ്ക്കാതെ ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ട് ആരും ബന്ധിതരാകുന്നില്ല. അത് മോക്ഷത്തിലേക്ക് നയിക്കും. അർജുന, വിവേകിയായ ഒരു സത്യാന്വേഷി കർമ്മത്തെയും അകർമ്മത്തെയും അവൻ്റെ ഇഷ്ടാനിഷ്ടപ്രകാരം വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. കിം കർമ്മ കിമകർമ്മേതി കവയോപ്യത്ര മോഹിതാഃ തത്തേ കർമ്മ പ്രവക്ഷ്യാമി യജ്ഞാത്വാ മോക്ഷ്യസേ ശുഭാത്. കർമ്മം എന്താകുന്നു, അകർമ്മം എന്താകുന്നു എന്നീ വിഷയത്തിൽ ബുദ്ധിമാന്മാർ കൂടി മോഹിക്കുന്നു, കുഴങ്ങുന്നു. അതിനാൽ യാതൊന്ന് അറിഞ്ഞാൽ അഥവാ അനുഷ്ഠിച്ചാൽ നീ സംസാര ബന്ധത്തിൽ നിന്ന് മോചിക്കുമോ? ആ കർമ്മത്തെ നിനക്ക് ഞാൻ ഉപദേശിച്ചു തരാം. എന്താണ് കർമ്മം, എന്താണ് അകർമ്മത്തിൻ്റെ സ്വഭാവ വിശേഷങ്ങൾ? വിവേകികൾ പോലും ഇതേപ്പറ്റി ചിന്തിച്ച് കുഴങ്ങുകയും ക്ലേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു കള്ളനാണയം നല്ല നാണയമെന്ന നിലയിൽ കണ്ണുകളെ വഞ്ചിക്കുന്നത് പോലെ കേവലം ഇച്ഛ കൊണ്ട് മാത്രം ഒരു നവലോകത്തിന് രൂപം കൊടുക്കുവാൻ കഴിവുള്ള ശക്തന്മാരായ യോഗികൾ പോലും അകർമ്മത്തെക്കുറിച്ചുള്ള അസ്പഷ്ടമായ ധാരണ കൊണ്ട് കർമ്മബന്ധത്തിൻ്റെ കുരുക്കിൽ പെട്ട് ഉഴലാൻ ഇടയായിട്ടുണ്ട്. ദീർഘവീക്ഷണമുള്ളവർക്ക് പോലും ഈ കാര്യത്തിൽ അമളി പറ്റുമെങ്കിൽ വിഡ്ഢികളുടെ കാര്യം പിന്നെ പറയാനുണ്ടോ? അതുകൊണ്ട് ഇതേപ്പറ്റി ഞാൻ കൂടുതൽ വിശദമായി പറയാം. കർമ്മണോ ഹ്യപി ബോദ്ധവ്യം ബോദ്ധവ്യം ച വികർമ്മണഃ അകർമ്മണശ്ച ബോദ്ധവ്യം ഗഹനാ കർമ്മണോ ഗതിഃ. എന്തെന്നാൽ ശാസ്ത്രവിഹിതമായ കർമ്മങ്ങളെപ്പറ്റിയും നിഷിദ്ധങ്ങളായ കർമ്മങ്ങളെ അഥവാ വികർമ്മങ്ങളെപ്പറ്റിയും അറിയേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ കർമ്മമൊന്നുമില്ലാത്ത സ്ഥിതിയുടെയും അതായത് അകർമ്മത്തിൻ്റെയും തത്വം ഗ്രഹിക്കണം. കർമാകർമ്മ വികർമ്മങ്ങളുടെ യഥാർത്ഥമായ തത്വത്തെ അറിവാൻ വളരെ പ്രയാസമാകുന്നു. പ്രപഞ്ചം ഉടലെടുക്കുന്നതും നിലനിൽക്കുന്നതും കർമ്മം കൊണ്ടാകുന്നു. ഒരുവൻ ആദ്യമായി കർമ്മത്തിൻ്റെ സ്വരൂപം ഗ്രഹിച്ചിരിക്കണം. തദനന്തരം അവനവൻ്റെ വർണ്ണാശ്രമ ധർമ്മത്തിന് അനുയോജ്യമായി വേദങ്ങളിലും മറ്റ് ശാസ്ത്രങ്ങളിലും നിർണയിച്ചിട്ടുള്ള കർമ്മങ്ങൾ അതിൻ്റെ ഫലവിവരണം ഉൾപ്പെടെ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. പിന്നീട് നിഷിദ്ധങ്ങളെന്ന നിലയിൽ നിരാകരിക്കേണ്ട കർമ്മങ്ങൾ അഥവാ വികർമ്മങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കണം.